Dear students, സൈക്കോളജിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി എന്നതിലെ ഫസ്റ്റ് മൊഡ്യൂൾ കോറിലേഷൻ എന്നതിൻ്റെ ലാസ്റ്റ് പാർട്ട് 5-ലെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ഓൾജിബ്രിക് മെത്തേഡ്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിൽ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ നമ്മൾ നോക്കി. ശേഷം റാങ്ക് കോറിലേഷൻ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റാങ്ക് കോറിലേഷൻ എന്നതിൽ നമ്മൾ ടൈപ്പ് ഓഫ് റാങ്ക് കോറിലേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ റാങ്ക്സ് ആർ ഗിവൺ, വെൻ റാങ്ക്സ് ആർ നോട്ട് ഗിവൺ, ഈക്വൽ റാങ്ക്. റാങ്ക്സ് ആർ ഗിവൺ എന്ന് പറയുമ്പോൾ അത് ഇക്വേഷനും നോട്ട് ഗിവൺ എന്ന് പറയുമ്പോഴും ഇക്വേഷൻ ഒന്ന് തന്നെയാണ്. അതിൽ 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n² - 1 എന്നാണ് ഇക്വേഷന്. അതിൽ നമ്മൾ കണ്ടെത്താനുള്ളത് ഡി മാത്രമാണ്. ഡി എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള എക്സ് ഡാറ്റയും വൈ ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്സ് മൈനസ് വൈ ആണ് ഡി. എന്നിട്ട് നമ്മൾ ഡി സ്ക്വയർ കാണുക. അങ്ങനെ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് റാങ്ക്സ് ആർ ഗിവൺ, വെൻ റാങ്ക്സ് ആർ ഗിവൺ എന്ന മെത്തേഡിൽ എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കാണാൻ നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഞാൻ പറഞ്ഞു 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n² - 1 ആണ്. ഈക്വൽ റാങ്കിൻ്റെ സമയത്ത് മാത്രമേ ഇക്വേഷനിൽ ഡിഫറൻസ് ഉള്ളൂ. അതും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. വെൻ റാങ്ക്സ് ആർ ഗിവൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പ്രകാരം എക്സ് ഡാറ്റയും വൈ ഡാറ്റയും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ദി ഫോളോയിങ് ടേബിൾ ഷോസ് 10 സ്റ്റുഡൻസ് അറേഞ്ച് ഇൻ ആൻ ആൽഫബറ്റിക് ഓർഡർ ആർ റാങ്ക്ഡ്. പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട് റാങ്ക്ഡ് എന്ന്. റാങ്ക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ചില സിറ്റുവേഷനിൽ ഇങ്ങനെ റാങ്ക്ഡ് എന്ന് പറയില്ല. നമ്മൾ മനസ്സിലാക്കണം റാങ്ക് ചെയ്തതാണ് എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ 1 to 10 വരെ ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ, അതായത് ഡാറ്റകൾ ഡിസോർഡർ ആണെങ്കിൽ പോലും ഒരു സീരിയൽ നമ്പറിൻ്റെ ഓർഡർ അവിടെ ഉണ്ടായിരിക്കും. ഓർഡർ മീൻസ് സീരിയൽ നമ്പേർഡ് ആയിരിക്കും. അത് ഡിസോർഡർ ആയിട്ടാവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ 1 to 10 എന്ന നമ്പേഴ്സ് കറക്റ്റ് ഉണ്ട്, ഡിസോർഡറാണ്, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് റാങ്ക് ഗിവൺ ആണ്. ഇനി അതല്ല, നമുക്ക് തന്ന ഡാറ്റ വലിയ സംഖ്യകളാണെങ്കിൽ അത് നോട്ട് ഗിവൺ എന്ന റാങ്ക് ആയിരിക്കും. ഇനി തന്ന ഡാറ്റയിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, തന്ന സംഖ്യേനെ വീണ്ടും തരികയാണെങ്കിൽ അത് ഈക്വൽ റാങ്ക് ആണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ റാങ്ക്സ് ആർ ഗിവണിലേക്ക് ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യൻ പ്രകാരം നോക്കിയേ. എക്സിൽ 8, 3, 9, 2, 7, 10, 4, 6, 1, 5 അങ്ങനെ ഡാറ്റാസൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ വൈയിലും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n² - 1 ആണ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ഏതാണ്? റാങ്ക് ഗിവൺ ആണെന്ന് മനസ്സിലാക്കി. റാങ്ക് ഗിവൺ ആയാലും നോട്ട് ഗിവൺ ആയാലും നമുക്ക് എന്താണ് ഇക്വേഷൻ ഒന്നാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ റാങ്ക് ഗിവണിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കുക. അത് റാങ്ക് ഗിവണാണെന്ന് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ്റെ അവിടെ വെച്ചിട്ട് ഈ തന്ന ക്വസ്റ്റ്യൻ പ്രകാരം. ഇനി നമ്മളതിൽ നിന്ന് കാണേണ്ടത് എന്താണ്? ഡി സ്ക്വയറും കാണണം, എന്നും കണ്ടെത്തണം അല്ലേ. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നു എക്സ് മൈനസ് വൈ ആണ് ഡി, അതിൻ്റെ സ്ക്വയറാണ് ഡി സ്ക്വയർ. അപ്പോൾ തന്ന ഡാറ്റകളായിട്ടുള്ള എക്സ് ഡാറ്റയും വൈ ഡാറ്റയും അതുപോലെ എഴുതുക. എക്സും വൈ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡി കാണും. ഡി എങ്ങനെ കാണുക? എക്സ് മൈനസ് വൈ ആണ് ഡി. തന്നിട്ടുള്ള എക്സിൽ നിന്നും വൈ കുറയ്ക്കുക, എക്സിൽ നിന്നും വൈ കുറയ്ക്കുക. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരും, നോ പ്രോബ്ലം. കാരണം ഡി സ്ക്വയർ കാണുമ്പോൾ ആ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? ഡി കണ്ടു, ഡി സ്ക്വയർ കണ്ടു. അങ്ങനെ ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ, അതായത് സിഗ്മ ഡി സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഓക്കെ, അപ്പോൾ സിഗ്മ ഡി സ്ക്വയർ നമ്മൾ കണ്ടത് എത്രയാണ്? 24 ആണ്. നോർമലി നമുക്ക് തന്ന ഡാറ്റാസ് എല്ലാം എഴുതി എക്സ് മൈനസ് വൈ എന്ന ഡി കണ്ടു, ശേഷം ഡി സ്ക്വയർ കണ്ടു. അപ്പോൾ 24 കിട്ടി. n നമ്മളിവിടെ കൗണ്ട് ചെയ്താൽ അറിയാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 10 ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇക്വേഷനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n² - 1. 1 അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാ ക്രിയകളും നമുക്ക് ചെയ്യണം. 6 × സിഗ്മ ഡി സ്ക്വയർ 24 ആണ് ഡിവൈഡഡ് ബൈ 10 × n² - 1. n 10 ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, 1 - 144 ഡിവൈഡഡ് ബൈ 10² - 1 എന്ന് പറഞ്ഞാൽ എന്താ? 100 - 1 ദാറ്റ് ഈസ് 99 ആണ്. 10 × 99. അപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ തന്നതിൽ നിന്നും നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളൊക്കെ എന്നൊരു ഐഡിയ ആയി. നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുത്തു. ശേഷം നമുക്ക് കിട്ടിയ ആൻസർ എങ്ങനെയാണ്? 0.864 എന്നാണ്. 1ൽ നിന്നും ഡിവൈഡ് ചെയ്ത വാല്യൂവിനെയാണ് കുറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവൻ്റെ ആൻസർ അവിടെ കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കാം.
ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് റാങ്ക് കോറിലേഷൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ റാങ്ക്ഡ് എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം. നോക്കിയേ 1 6 3 9 5 2 7 10 8 4. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. അതായത് 1 to 10 വരെയുള്ള നമ്പേഴ്സ് ഡിസോർഡറിൽ അവിടെ ഉണ്ട്, അടുത്തയിലും വൈയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി റാങ്ക്ഡ് ആണ്. റാങ്ക്ഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രോബ്ലം ഇല്ല, നമുക്ക് ക്വസ്റ്റ്യനൊക്കെ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സും വൈയും അതേപോലെ എഴുതി ശേഷം എന്ത് ചെയ്യാണ്, ഡി കാണുക. ഡി കാണാനുള്ള സമവാക്യം നമുക്കറിയാം, എക്സ് മൈനസ് വൈ ആണ്. സം ടൈമിൽ നമുക്ക് മൈനസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡി സ്ക്വയർ കാണാം. ഈ പറയുന്ന ഡിയുടെ സ്ക്വയർ കാണാം. 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4, അങ്ങനെ എല്ലാത്തിൻ്റെ സ്ക്വയർ കണ്ടു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഡി സ്ക്വയറുടെ സിഗ്മ ഡി സ്ക്വയർ നമ്മൾ കണ്ടു. 176 ആണ് സിഗ്മ ഡി സ്ക്വയർ. ശേഷം നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n സ്ക്വയർ - 1. സ്വാഭാവികമായിട്ടും 1 - 6 × 176 വന്നു. 6 ഓക്കെ അവിടെ ഇതേപോലെ ഉണ്ട്. n എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും റാങ്ക്ഡിൽ 10 ആവാനാണ് ചാൻസ് ഉണ്ടാവുക. ചില കേസിൽ മാത്രം 20 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് 1ൽ നിന്നും ആ ഡിവൈഡ് ചെയ്ത വാല്യൂസ് കുറച്ച് നമുക്ക് 0. മൈനസ് വാല്യൂ കിട്ടും കേട്ടോ. അപ്പോൾ എന്താണോ കിട്ടിയത് അത് അതേപോലെ എഴുതി കൊടുക്കുക. -0.066 എന്നാണ് ആൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, 1 to 10 വരെയുള്ള നമ്പേഴ്സ് ഡിസോർഡറായി തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കണം, റാങ്ക്ഡ് ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നോർമലായിട്ടുള്ള ഇക്വേഷനിലൂടെ അപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം, റാങ്ക് നോട്ട് ഗിവൺ. റാങ്ക് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് തന്നിട്ടില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, റാങ്ക് തന്നിട്ടില്ല, റിപ്പീറ്റേഷനും അതിലില്ല. നോക്കുക, ഇക്വേഷൻ സെയിം ആണ്. നോക്കിയേ, നോട്ട് ഗിവണിൽ മാർക്സ് ഇൻ മാത്സ്, മാർക്സ് ഇൻ മാത്സിലുള്ളതും അതേപോലെ തന്നെ ഏതോ ക്വസ്റ്റ്യൻ മാറിപ്പോൾ തന്നെ ഷീറ്റിലുള്ളത്. ഓക്കെ, ഏതായാലും രണ്ട് ഡാറ്റ എക്സ് എന്നും വൈ എന്നും രണ്ട് ഡാറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 78 അങ്ങനെ 78 36 98 25. ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുക ഇത് റാങ്ക്ഡ് അല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് റിപ്പീറ്റേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. റിപ്പീറ്റേഷൻ ഇല്ല എന്നും മനസ്സിലാക്കി, അതായത് വന്ന ഡാറ്റ തന്നെ വന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി എന്ത് ചെയ്യണം, റാങ്ക്ഡ് അല്ലാത്ത ഡാറ്റകൾ അതേപോലെ ആദ്യം എഴുതുക. എക്സ് ഡാറ്റ എടുത്തെഴുതി, വൈ ഡാറ്റ എടുത്തെഴുതി. ഇനി എക്സ് ഡാറ്റയ്ക്ക് റാങ്ക് കൊടുക്കണം, വൈ ഡാറ്റയ്ക്ക് റാങ്ക് കൊടുക്കണം. എങ്ങനെ റാങ്ക് കൊടുക്കുക എന്ന് വെച്ചാൽ, ഹയസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ റാങ്ക് കൊടുക്കുക, ഒരു എക്സാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക് 1ാം റാങ്കല്ലേ കൊടുക്കുക. അതേപോലെ ഇവിടെ ആദ്യം ഹയസ്റ്റ് വാല്യൂ കണ്ടെത്തണം. ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ, എക്സിലെ ഹയസ്റ്റ് വാല്യൂ ആദ്യം കണ്ടെത്തുക. 98 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ 98ന് 1 കൊടുക്കുക. ഓക്കെ, റാങ്ക് കൊടുത്ത് നോക്കിയാൽ 98ൻ്റെ നേരെ 1 കൊടുക്കുക. അപ്പോൾ കൈ വെച്ച് നിങ്ങൾ ആ തെറ്റാണ്ട് റാങ്ക് കൊടുക്കാൻ ശ്രമിക്കണം. ഇനി 98ൻ്റെ താഴെ എൻ്റെ 7 ഉണ്ടോ നോക്കുക, 96 ഉണ്ടോ നോക്കുക. അങ്ങനെ നോക്കി പോകുമ്പോൾ എക്സ് ഡാറ്റയിൽ അടുത്തത് ഏതാ വരുന്നത് അതിനെന്ത് ചെയ്യണം, സെക്കൻഡ് റാങ്ക് കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും റാങ്ക് കൊടുക്കാം. ഹയസ്റ്റ് വാല്യൂവിന് ഫസ്റ്റ് റാങ്ക് കൊടുത്ത് അങ്ങനെ താഴേക്ക് അങ്ങനെ രൂപത്തിൽ റാങ്ക് അങ്ങനെ കൂട്ടിയും പോവുക, സംഖ്യ അങ്ങനെ കുറച്ചും പോവുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ റാങ്ക് 10ൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ 25 ആയതുകൊണ്ട് അതിനെ 10th റാങ്കിൽ ഉൾപ്പെടുത്തി. ഏറ്റവും വലിയ സംഖ്യ 98 ആയതുകൊണ്ട് അതിനെ ഫസ്റ്റ് റാങ്കിൽ ഉൾപ്പെടുത്തി. ഇതുപോലെ നമ്മൾ വൈയുടെ ഡാറ്റയെ എന്ത് ചെയ്യണം, റാങ്ക് ഇടണം. വൈയിൽ ഹയസ്റ്റ് വാല്യൂ മേ ബി 91 ആണെന്ന് തോന്നുന്നു. ഇപ്പം 91 ആണ് ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, സെറ്റ്. അപ്പം തന്നെ നോക്കി, ഏറ്റവും ചെറുത് കാഴ്ചയിൽ നോക്കി 40 31 40 തന്നെയാണ് ഏറ്റവും ചെറുത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 47 ആയിരിക്കും. 91 1ഉം 47 10ഉം ആവാനാണ് ചാൻസ്. ശരിയാണ്, 91 1ഉം 47 10ഉം കിട്ടിയില്ലേ. അപ്പം നമ്മൾ അങ്ങനെ വൈക്കും റാങ്ക് കിട്ടും. അപ്പോൾ എക്സിനും റാങ്ക് കിട്ടും, വൈക്കും റാങ്ക് കിട്ടും. അതാണ് ആദ്യം ചെയ്യേണ്ട പണി. റാങ്ക് തന്നിട്ടില്ലെങ്കിൽ റാങ്ക് ഇടും, മാർക്ക് അനുസരിച്ച് അവരുടെ വാല്യൂവിനനുസരിച്ച് റാങ്ക് ഇടും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഡി കാണണം. ഇനി നമ്മുടെ പഴയ സംഖ്യകൾക്ക് പ്രാധാന്യമില്ല, റാങ്കിനാണ് പ്രാധാന്യം. ആ റാങ്കിൽ നിന്നും പരസ്പരം കുറയ്ക്കണം. റാങ്ക് എക്സിൽ നിന്നും റാങ്ക് വൈ കുറയ്ക്കണം. അങ്ങനെയാണ് ഡി കാണുക. എന്നിട്ട് ഡി സ്ക്വയർ കാണുക. ഓക്കെ, ഡി കാണുമ്പോൾ ചിലപ്പോൾ മൈനസൊക്കെ വരും, നോ പ്രോബ്ലം. ഡി സ്ക്വയറും കാണാം. ഡി സ്ക്വയറിൻ്റെ ടോട്ടൽ നമുക്ക് അങ്ങനെ 40 എന്ന് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇനി നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. നോർമലായിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n × n സ്ക്വയർ - 1 എന്ന രീതിയിൽ തന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം
അതിൻ്റെ ആൻസർ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിയത് -0.758 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. റാങ്ക്ഡ് അല്ല എന്ന് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ഇടണം. അതിന് മുമ്പ് റിപ്പീറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുക. റിപ്പീറ്റേഷൻ വന്നാൽ നമ്മൾ ഈ ഇക്വേഷൻ എല്ലാം അപ്ലൈ ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ചെറിയൊരു മാറ്റം അതിൽ വരുന്നുണ്ട്. അപ്പോൾ എത്ര തവണ റിപ്പീറ്റേഷൻ എന്നത് പ്രകാരം നമുക്കവിടെ വേറൊരു ചെറിയൊരു കുട്ടി ഇക്വേഷൻ കൂടി അതിൽ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കോളൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? XY ഡാറ്റ തന്നിട്ടുണ്ട്. ഇതാ സെമസ്റ്റർ 1-ൻ്റെയും സെമസ്റ്റർ 2-ൻ്റെയും ഡാറ്റ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇത് റാങ്ക്ഡ് അല്ല എന്ന് മനസ്സിലായി. ഇനി റിപ്പീറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുക. റിപ്പീറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ റിപ്പീറ്റേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണെ ആദ്യം X ഡാറ്റയും Y ഡാറ്റയും എഴുതുക. ശേഷം എന്ത് ചെയ്യണം? X ഡാറ്റയ്ക്ക് റാങ്ക് കൊടുക്കുക. അത് ഇവിടെ ബാക്കി അടുത്ത സ്ലൈഡിലാണ്, അതുകൊണ്ടാണ് X ഡാറ്റയ്ക്ക് റാങ്ക് കൊടുക്കാം. ഹയസ്റ്റ് വാല്യൂവിന് ഫസ്റ്റ് റാങ്ക്, ലോവസ്റ്റ് വാല്യൂവിന് ലാസ്റ്റ് റാങ്ക് എന്ന രൂപത്തിൽ നമ്മൾ റാങ്ക് കൊടുക്കണം. ശേഷം Y ഡാറ്റയ്ക്കും റാങ്ക് കൊടുക്കണം. പിന്നെ X ഡാറ്റയിൽ നിന്ന് Y ഡാറ്റ മൈനസ് ചെയ്തിട്ട് നമ്മൾ D കാണുന്നു. ശേഷം നമ്മൾ D² കാണുന്നു. അങ്ങനെ D² കണ്ടു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? ആ D²ൻ്റെ ടോട്ടലൊക്കെ കണ്ടിട്ട് നമ്മൾ അതിന് D² ടോട്ടലൊക്കെ കണ്ടതിന് ശേഷം ആ വാല്യൂ വെച്ച് നമ്മൾ നോർമലി എന്ത് ചെയ്യുക? സിഗ്മ D² വാല്യൂ എടുത്തിട്ട് നമ്മൾ പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നോർമൽ ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ റാങ്ക് ഗിവണും റാങ്ക് നോട്ട് ഗിവണും എന്ന രൂപത്തിൽ. അപ്പോൾ നോട്ട് ഗിവൺ ആണെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, റാങ്ക് കൊടുക്കണം. Xനും Yക്ക് റാങ്ക് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണം എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈക്വൽ റാങ്ക് ഓർ ടൈഡ് റാങ്ക് വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽ റാങ്ക് ഓർ ടൈഡ് റാങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, വെൻ ദർ ആർ റിപ്പീറ്റഡ് or tied or equal in the rank if the same rank are shared by more than one individuals. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെയിം റാങ്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അപ്പോൾ ഒന്നോ രണ്ടോ അധികം ആളുകൾക്ക് എന്ത് ചെയ്യണം? റാങ്ക് ഇങ്ങനെ സെയിം മാർക്ക് വന്നാൽ റാങ്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം? റാങ്കിനെ ഷെയർ ചെയ്ത് പോകണം. അതായത് ശ്രദ്ധിക്കണേ, അപ്പോൾ നമ്മൾ ഒരു ആവറേജ് റാങ്ക് കണക്കാക്കിയിട്ട് ആ ആവറേജ് റാങ്കാണ് ഈ പറയുന്ന റിപ്പീറ്റേഷൻ ടീമിന് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 1-ാം റാങ്ക് നമ്മൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തു. ഒന്നാമത്തെ റാങ്ക് ഏകദേശം 98 മാർക്കായിരുന്നു. അത് 1-ാം റാങ്ക് തന്നെ ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ മാർക്ക് വന്നത് 93 ഈ 93 എന്ന് പറയുന്ന മാർക്ക് 3 ആളുകൾക്കുണ്ട്. 93 എന്ന് പറയുന്ന മാർക്ക് 3 ആളുകൾക്കുണ്ടെന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു ഈസി ട്രിക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അന്ന് ക്ലാസ് എടുത്തപ്പോൾ. എന്താണെന്ന് വെച്ചാൽ, അതായത് 1 to 10 വരെ നമ്മൾ വെറുതെ സൈഡിൽ എക്സിൻ്റെ റാങ്ക് ഇടുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ക്ലിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ റഫ് ഏരിയയിൽ എന്ത് ചെയ്യുക? താഴെ വരെ X എന്ന് മുകളിൽ എഴുതി അതിന് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം താഴെ വരെ 1 to 10 വരെ വെറുതെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ റാങ്ക് ഇവിടെ കൊടുക്കുമ്പോൾ അവിടെ ടിക്കിടുക. ആ 1ൻ്റെ നേരെ ടിക്കിടുക. അങ്ങനെ നമ്മുടെ ഈ ബോക്സിൽ വന്നിട്ട് ടേബിളിൽ വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ റാങ്ക് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ റാങ്ക് നോക്കിയ സമയത്താണ് 93 എന്ന് പറയുന്ന മാർക്ക് 3 ആളുകൾക്കുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, 3 ആളുകൾക്ക് 93 എന്ന് പറഞ്ഞ മാർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കാണണം? ആവറേജ് റാങ്ക് കാണണം. ആവറേജ് റാങ്ക്. അപ്പോൾ ആവറേജ് റാങ്ക് എങ്ങനെ കാണുക വെച്ചാൽ, എത്രാമത്തേക്ക് നമ്പർ ആയപ്പോഴാണ് റാങ്ക് വരേണ്ട ആളുകളാണോ മാർക്കുകളാണോ അവിടെ ടൈ വന്നിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാണ്? 3 ആണ്. 3 3, 4 4, 2 2. അങ്ങനെ, അതായത് എത്രാമത്തെ റാങ്കുകൾ ആവേണ്ടവരാണ് എന്തിൽ പോയത്? ടൈ ആയി കിടക്കണം. ഈ 93 എന്ന് പറയുന്ന സംഖ്യ 3 വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ നമ്മുടെ 1 എന്നതിന് മാത്രമല്ല ടിക്കറ്റുള്ളൂ. ഇനി 2-ാം റാങ്കും 3-ാം റാങ്കും 4-ാം റാങ്കും ആവേണ്ടിയിരുന്നവരാണ് എന്തായത്? ഈ ടൈപ്പ് ആയത്. അപ്പം നിങ്ങളവിടെ നിർബന്ധമായിട്ടും എന്ത് കാണിക്കുക? ആ 1, 2, 3, 4 എന്നുള്ളതിൽ ഓൾറെഡി 1 ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ 2, 3, 4 എന്നുള്ളതിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് അവിടെ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആവറേജ് കാണുക. 2 + 3 + 4 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുക? അവിടെ വെച്ച് തന്നെ നിങ്ങൾ എന്തിൻ്റെ ആവറേജ് കാണുക. ഓക്കെ, അപ്പോൾ ആവറേജ് അവിടെ വെച്ച് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എത്രാമത്തെ റാങ്കാണ് ഏകദേശം ഒരു ആവറേജ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 1-ാം റാങ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 + 3 + 4 എന്ന് പറയുമ്പോൾ 2 3 5 4 9 9/3 വരിക. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടൽ 3 എന്നായിരിക്കും. ഈ 3 എന്ന ആ ഒരു റാങ്ക് തേർഡ് റാങ്ക് എന്ന് വരും. ഓക്കെ, ആ തേർഡ് റാങ്ക് ആർക്കൊക്കെ വേണം? 2-ാം റാങ്ക് 3-ാം റാങ്കിനും 4-ാം റാങ്കിനും ആവേണ്ടിയിരുന്ന ആളുകളായ 3 93കളില്ലേ, അവർക്ക് 3 ആൾക്ക് എന്ത് വിധിച്ചു കൊടുക്കുക?
ഈ 3 എന്ന് റാങ്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ശേഷം 3 എന്നല്ല, ഏത് കിട്ടിയാലും ആവറേജ് കണ്ടിട്ട് ഏത് കിട്ടിയാലും അത് 3 പേർക്കും അല്ലെങ്കിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ എത്ര എണ്ണം ടിക്കിട്ടു? 1 ടിക്കിട്ടു, 2 ടിക്കിട്ടു, 3 ടിക്കിട്ടു, 4 ടിക്കിട്ടു. 4 എണ്ണത്തിൻ്റെ റാങ്ക് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത റാങ്ക് സംഖ്യ നോക്കിയപ്പോൾ നമുക്ക് 90 കിട്ടി. 90 കിട്ടിയപ്പോൾ 90ന് എത്ര റാങ്കാണ് കൊടുക്കുക? 90ന് എത്ര റാങ്കാണ് കൊടുക്കുക എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം ടിക്ക് എടുത്തു? 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. 5ാം റാങ്കാണ് ആർക്ക് കൊടുക്കേണ്ടത്? നമ്മുടെ 90ന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വേണം റാങ്ക് ഇട്ട് പോകാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആവറേജ് റാങ്ക് കാണുക എന്നുള്ളതാണ്. എത്ര എണ്ണം എടുത്തു പോയി അടുത്ത റാങ്ക് എന്നത് വേണം ടിക്കിടാൻ. ഓക്കെ, ഇനി അത് നിങ്ങൾ 1 to 10 വരെ നിങ്ങൾ എക്സിനും വൈക്കും ഒക്കെ അതേപോലെ ഇട്ടിട്ട് എടുക്കണതിനനുസരിച്ച് ടിക്കിട്ടിട്ട് പോവുക. ഈ ടൈ വരുമ്പോഴൊക്കെ അവരത് ടിക്കിൽ ഉൾപ്പെടുത്തണം. ഇവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാണിക്കാൻ, ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണിക്കുക കേട്ടോ. ശേഷം ഇവിടെ ഒരു ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. 1 - 6 സിഗ്മ d സ്ക്വയർ പ്ലസ് m² - m/12 എക്സ്ട്രാ അങ്ങനെ ഒരു സംഭവമുണ്ട്. m³ - m³ - m/12 ഓൾ ഡിവൈഡഡ് ബൈ n × n² - 1 അതാണ് ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്താണ് 1 - 6 സിഗ്മ d സ്ക്വയർ ഓൾറെഡി അവിടെ പറഞ്ഞത്. താഴെ അതേപോലെ n × n² - 1 അതും ഓൾറെഡി പറഞ്ഞത്. ഇതിന് മുകളിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 6 സിഗ്മ d സ്ക്വയറിനോട് എന്ത് ആഡ് ചെയ്യണം? m³ - m/12 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. അത് മിസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് റിക്വയർഡ് ഓർ റിപ്പീറ്റഡ്. അത് m എന്ന് പറഞ്ഞാൽ ഈ 93 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ ഒരു സംഖ്യ മാത്രമേ റിപ്പീറ്റ് ചെയ്യുള്ളൂ. ചില പ്രോബ്ലത്തിൽ 2, 3 സംഖ്യകളൊക്കെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഓരോ സംഖ്യയും എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടിട്ട് അത് -m/12 കണ്ടിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ m എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റഡ്. അങ്ങനെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഇക്വേഷനിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് m³ - m/12 എന്നുള്ളതാണ്. m എന്താണ്? നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റഡ്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുന്നത് നോക്കാം. ഫൈൻഡ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അത്രേ പറയുന്നുള്ളൂ. ഇതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 115, 109, 112, 87, 98, 120, 98, 110, 98, 118. ഇവിടെ നമ്മൾ കേട്ടപ്പോൾ അങ്ങനെ വായിച്ചു പോയപ്പോൾ തന്നെ മനസ്സിലായി 98 എന്ന് പറഞ്ഞ സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി, ആദ്യം ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി റാങ്ക്ഡ് അല്ല. ദെൻ നോട്ട് ഗിവൺ ആണോ എന്നുള്ളത് നോക്കിയപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ്? മൂന്നാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡും അല്ല എന്ന് മനസ്സിലായി. ഇനി ബിയിൽ നോക്കി നോക്കിയാൽ 75, 73, 85, 70, 76, 82, 65, 73, 68, 80. എന്താ അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? 73 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റിപ്പീറ്റഡ് ആണ്, ഈക്വൽ അല്ലെങ്കിൽ ടൈഡ് ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന മാർക്കുള്ളവർക്കെല്ലാം തുല്യമായി വീതിച്ച് കൊടുക്കണം. ഓക്കെ ആണല്ലോ. നമ്മളതിന് സോൾവ് ചെയ്യാൻ പോവുകയാണേ. ആദ്യം എ ഡാറ്റയും ബി ഡാറ്റയും എഴുതി. എ ഡാറ്റയും ബി ഡാറ്റയും അവിടെ എഴുതി വെച്ചു. ഇതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവർക്ക് റാങ്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ റാങ്ക് കൊടുക്കാൻ പോവുകയാണേ. റാങ്ക് കൊടുക്കുമ്പോൾ നോർമലി നമുക്ക് റാങ്ക് കൊടുക്കണം, അതായത് റിപ്പീറ്റേഷൻ ഇല്ലാത്തവരെ നമ്മൾ ഓർഡറിലാണ് റാങ്ക് കൊടുത്താൽ മതി, ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ റാങ്ക് എ നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ റഫായിട്ട് നമ്മുടെ ക്രിയാകോളം എന്നൊക്കെ പറയുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ എ എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് 1 to 10 വരെ താഴേക്ക് നമ്പർ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ റാങ്കിൽ ഇടാൻ പോവുകയാണ്. ഈ എയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. എയിൽ ഏറ്റവും വലിയ സംഖ്യ 120 ആണ്, 120 അപ്പോൾ ആ 120 നേരെ നമുക്ക് 1ാം റാങ്ക് കൊടുക്കാം. ആ സമയം തന്നെ നമ്മൾ എഴുതിയ 1 to 10 1 ടിക്കിടുക. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കിക്കോളൂ. ഈ 120 താഴെ 119 ഉണ്ടോ? ഇല്ല. 18 ഉണ്ടോ? ഇല്ല. 17 ഉണ്ടോ? 16 ഉണ്ടോ? 15 ഉണ്ടോ? 14 ഉണ്ടോ? 13 ഉണ്ട്. 15 ഉണ്ട്. ഓക്കെ, 15 നേരെ എന്ത് കൊടുക്കുക? ഇതിൽ റാങ്ക് ഇട്ടത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യനിൽ. 15 നേരെ റാങ്ക് 2 കൊടുക്കണേ. 15 നേരെ റാങ്ക് 2 കൊടുക്കുക കേട്ടോ. ഓക്കെ, റാങ്ക് 2 കൊടുക്കുക. ഇനി നേരെ നോക്കാം. 15 നേരെ റാങ്ക് 2 കൊടുത്തു. ഇനി 13 ഉണ്ടോ? 14 ഉണ്ടോ? 13 ഉണ്ട്. 12 ഉണ്ട്. ഈ 12 നേരെ നമുക്ക് റാങ്ക് എന്ത് കൊടുക്കാം? റാങ്ക് 3 കൊടുക്കാം.
2 അവിടെ മിസ്സിംഗ് ആണ്, 3 കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 98 എത്തി. അപ്പോൾ ഈ ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, എടുക്കുന്നതിനനുസരിച്ച് ടിക്കറ്റ് പോകണം. അപ്പോൾ 98 എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് കണ്ടു, 98ൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കണ്ടത് എന്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ 7 എണ്ണം കഴിഞ്ഞപ്പോഴാണ് 6 എണ്ണം കഴിഞ്ഞപ്പോഴാണ് റിപ്പീറ്റ് ചെയ്തതെന്ന് കരുതുക. ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ സംഖ്യകൾ, അതായത് 98 2 വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ റാങ്കുകൾ ആവേണ്ടവരാണോ, അപ്പോൾ ഏകദേശം 6ഉം 7ഉം റാങ്ക് ആവേണ്ടവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 6, 7 എന്നുള്ളതിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് 6+7/2 എന്ന് എഴുതുക. ആവറേജ് റാങ്കാണ് കാണുന്നത് കേട്ടോ. 6+7/2 എന്ന് കാണുക. ആ 6+7/2 എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഇതിനനുസരിച്ച് 6, 7 എത്രയാണ്, 13/2. അപ്പോൾ ആ 13/2 കിട്ടുന്ന സംഖ്യ ഏതാണോ, 2.5, ആ സംഖ്യ ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്, ഈ റാങ്ക് അവരുടെ നേരെ, ആ പറയുന്ന എയുടെ റാങ്കിൻ്റെ 98ൻ്റെ നേരെ എന്തായി കൊടുക്കേണ്ടത്, റാങ്കായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിൽ പ്രകാരം 8 ആണെന്ന് കരുതുക. 8 ആണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. നമ്മൾ കാൽക്കുലേറ്റർ മുമ്പിലില്ല എങ്കിൽ പോലും എന്താ പറയുന്നത്, ആവറേജ് കാണുക. ഏതൊക്കെ റാങ്കുകളാണോ ആവേണ്ടിയിരുന്നത് അത് തമ്മിൽ ടോട്ടൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ആവറേജ് കാണുക. അപ്പോൾ കിട്ടുന്ന സംഖ്യകൾ 2 റാങ്കിൻ്റെ നേരെയും എന്ത് ചെയ്യുക, 2 റാങ്കിൻ്റെ നേരെ കൊണ്ടുവയ്ക്കുക അല്ലേ. നേരെ നമ്മൾ 2 റാങ്കിൻ്റെ നേരെയും ഇട്ട് കൊടുക്കുക. അപ്പോൾ 2നും ഒരേ റാങ്കായി. അത് 2ഉം നമ്മൾ ഓൾറെഡി ടിക്ക് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത സംഖ്യ നോക്കുക. അടുത്ത സംഖ്യ പ്രകാരം ഇവിടെ ഏറ്റവും തൊട്ട് താഴെ വരുന്ന സംഖ്യ ഏതാ നോക്കുക. 98ന് താഴെ 97ഓ 96 അങ്ങനെ നോക്കുക. അപ്പോൾ നമുക്കിവിടെ 96 അപ്പോൾ നമുക്ക് നോക്കിയേ 96 90 അടുത്ത് വരുന്നത് 87 ആണ്. ഓക്കെ, 87ന് 8ഉം 9ഉം നമ്മൾ ഇതിൽ പോയി, ഈ റാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 10ാമത്തതാണ്. അപ്പോൾ 8ഉം 9ഉം നമ്മൾ ടിക്കറ്റിൽ പെട്ടിട്ടുണ്ടാവും. ഇനി 10ാമത്തെ റാങ്കാണ് ആർക്ക് വരിക, 87ന് വരിക. അപ്പം അങ്ങനെ അതിന് 10ാമത്തെ റാങ്കാണ് കൊടുക്കുക. അതായത് ഈ ഈക്വൽ റാങ്ക് മെത്തേഡ് പ്രകാരം, റിപ്പീറ്റഡ് റാങ്ക് മെത്തേഡ് പ്രകാരം റാങ്ക് ഇടുമ്പോഴും പല റാങ്കുകളായിട്ടാണ് വരിക. ചില റാങ്ക് ഇതിൽ കാണൂല. അതെന്താ കാണാത്ത വെച്ചാൽ ആ റാങ്കുകളുടെ സ്ഥാനത്താണ് നമ്മൾ എന്ത് വന്നത്, റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ആ ടിക്കറ്റ് പോകുന്ന ഭാഗത്ത് ഓൾറെഡി എല്ലാ റാങ്കും നമ്മൾ ടിക്കറ്റ് ഇട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ടിക്കറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈക്വൽ റാങ്കിൻ്റെ ഒരു ഇതവിടെ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും റാങ്കൊക്കെ കൊടുത്തു. ഇനി നമ്മൾ നോർമലി ഡി കാണുക. ഡി എങ്ങനെ കാണുക, റാങ്ക് എയിൽ നിന്നും ബി കുറയ്ക്കുകയാണ് ഡി കാണാൻ. അതായത് x-y ആണല്ലോ, റാങ്ക് എയിൽ നിന്നും ബി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഡി കിട്ടും. പിന്നെ d² കാണാം. അത് കാണാൻ വലിയ റിസ്ക് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ റാങ്ക് ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞു. ആവറേജ് റാങ്ക് കാണുന്ന വിധം, ഏതൊക്കെ സ്ഥാനത്താണോ അവർ ഉണ്ടാവേണ്ടിയിരുന്നത് ആ സ്ഥാനത്തുള്ളത്, ആ റാങ്കുകളെ തമ്മിലാണ് കൂട്ടേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ